വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുന്നത്തെ വീഡിയോയിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യനൊക്കെ സെയിം തന്നെയാണ്, എങ്കിലും ഒന്നുകൂടെ വായിക്കാം. എസ്റ്റിമേറ്റ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ഓഫ് എ 2-roomed ബിൽഡിംഗ് ഫ്രം ദ ഗിവൻ പ്ലാൻ ആൻഡ് സെക്ഷൻ. earthwork in excavation in foundation, lime concrete in foundation, first class brickwork in cement mortar, 1:6 in foundation and plinth, 2.5 cm cement concrete damp proof course, and first class brickwork in lime mortar in superstructure. പ്ലാൻ ഉണ്ട്, ക്രോസ് സെക്ഷൻ ഉണ്ട്. ഈ പ്ലാനിൻ്റെയും ക്രോസ് സെക്ഷൻ്റെ അടക്കം ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പ്രോബ്ലത്തിലോട്ട് കിടക്കുകയാണ്. ആദ്യം ലോങ് വാൾ ഷോർട്ട് വാൾ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലോങ് വാൾ ഷോർട്ട് വാൾ ചെയ്യുന്ന സമയത്ത് ലോങ് വാളിൻ്റെയും ഷോർട്ട് വാളിൻ്റെയും സെൻറ്റർ ലൈൻ ലെങ്ത്, സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് എന്ന് പറയുന്നത് സെപ്പറേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് നോക്കാം. ലോങ് വാൾ എത്ര എണ്ണം ഉണ്ട്? 2 ലോങ് വാൾ. അതുപോലെ തന്നെ ഷോർട്ട് വാൾ നോക്കിക്കേ. ഷോർട്ട് വാൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 3 ഷോർട്ട് വാൾ. അപ്പോൾ ഞാൻ ആദ്യം ലോങ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ലോങ് വാളിൻ്റെ കണ്ടുപിടിക്കുമ്പം സെൻറ്റർ ടു സെൻറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഹാഫ് മുതൽ ഇവിടുത്തെ ഹാഫ് വരെ എടുത്താൽ മതി. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു 0.15 എടുക്കണ്ട, ഇവിടുത്തെ ഒരു 0.15 എടുക്കണ്ട, ബാക്കിയെല്ലാം എടുക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് വരും? നമ്മുടെ വാളിൻ്റെ തിക്നെസ് 30യുടെ ഹാഫ് എടുത്താൽ മതി. അത് മീറ്ററിലോട്ടാക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 0.15 പ്ലസ് ഇവിടെയുള്ളത് 4 പ്ലസ് അകത്തുള്ള വാൾ തിക്നെസ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം. 0.3 പ്ലസ് 6 പ്ലസ് 0.15. ഓക്കെ, ഇത്രയും എടുക്കുക. നമുക്കിത് ചെയ്തു വരുന്ന സമയത്ത് ഒരു 10.60 എന്ന് വരും. അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷോർട്ട് വാളാണ്. അപ്പോൾ ലോങ് വാൾ കഴിഞ്ഞു. ലോങ് വാളിന് ശേഷം ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് വാളാണ്. ഷോർട്ട് വാൾ ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ, ഷോർട്ട് വാളിലും 0.15 പ്ലസ് സെൻട്രൽ ലൈനാണ് എടുക്കേണ്ടത്. ഇവിടുത്തത് 6 പ്ലസ് 0.15. ആൻസർ നമുക്ക് കിട്ടുന്നത് 6.30 എന്ന് കിട്ടും. അപ്പോൾ ഇത് ലോങ് വാളിൻ്റെയും ഷോർട്ട് വാളിൻ്റെയും സെപ്പറേറ്റ് നമ്മൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ നോർമലി നേരത്തെ പോലെ തന്നെ ടേബിൾ എടുക്കുന്നുണ്ട്. ഐറ്റം നമ്പർ, പെർട്ടിക്കുലേഴ്സ് ഓർ ഡിസ്ക്രിപ്ഷൻ, പിന്നെ എത്ര നമ്പർ ഉണ്ട്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, റിമാർക്ക് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി നോട്ട്, ഇങ്ങനെയാണ് ടേബിൾ വരുന്നത്. ഫസ്റ്റ് നമ്മൾ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഫൗണ്ടേഷൻ ആണ്. ഇത് ചെയ്യുന്ന സമയത്ത് ലോങ് വാൾ സെപ്പറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഷോർട്ട് വാളും സെപ്പറേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ലോങ് വാൾ എടുത്തു. അപ്പോൾ ലോങ് വാൾ എടുക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ചെയ്ത ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ലോങ് വാളിൻ്റെയും ഷോർട്ട് വാളിൻ്റെയും സെപ്പറേറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തത് റിമാർക്ക് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി നോട്ടിൽ എഴുതണം. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ്റെ ലോങ് വാൾ നമ്പർ 2 എണ്ണമാണ് ഉള്ളത്. ലോങ് വാൾ 2 എണ്ണമാണ്. ലെങ്ത് 11.70 ആണ്. ബ്രെഡ്ത്ത് 1.10 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈറ്റും അല്ലെങ്കിൽ ഡെപ്ത് 1 മീറ്റർ. ഈ 11.70 എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ലോങ് വാൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച ലോങ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്, ലോങ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് പ്ലസ് അവിടുത്തെ ബ്രെഡ്ത്ത്. ഇനി ഷോർട്ട് വാൾ എടുക്കുന്ന സമയത്തോ ഷോർട്ട് വാളിൻ്റെ തന്നെ ലെങ്ത്, സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് മൈനസ് ബ്രെഡ്ത്ത് ആണ് ചെയ്യേണ്ടത്. ഇതാണ് വ്യത്യാസം. ലോങ് വാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ സെൻട്രൽ ലൈൻ ലെങ്ത് പ്ലസ് അവിടുത്തെ ബ്രെഡ്ത്തും, ഷോർട്ട് വാൾ ആണെങ്കിൽ മൈനസ് ചെയ്യാം. നോക്കിക്കേ, ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞു ലോങ് വാൾ 2 എണ്ണം ഉണ്ട്. ലെങ്ത് കണ്ടുപിടിച്ചത് 10.60 ആണ് നമുക്ക് കിട്ടിയ ലെങ്ത്. അതിൻ്റെ കൂടെ അവിടുത്തെ ബ്രെഡ്ത്ത് ആയിട്ടുള്ള എത്ര, ഇതാണ് ബ്രെഡ്ത്ത് 1.10 ചെയ്തു. അപ്പോൾ നമുക്ക് 11.70 കിട്ടി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് 1 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്തപ്പോൾ 25.74 കിട്ടി. അടുത്ത ഷോർട്ട് വാൾ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ച ലെങ്ത് എടുക്കുക 6.30. ഈ 6.30യുടെ കൂടെ ഇവിടുത്തെ ബ്രെഡ്ത്ത് എത്ര, 1.10 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 5.20. അതാണ് നമ്മൾ ഇവിടുത്തെ ലെങ്ത്. സോ ലെങ്ത് എഴുതി. ബ്രെഡ്ത്ത് സെയിം തന്നെയാണ് 1.10, ഹൈറ്റും സെയിം തന്നെയാണ്. ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ അവിടുത്തെ ക്വാണ്ടിറ്റി കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ കറക്റ്റ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ്റെ ക്വാണ്ടിറ്റി അറിയാൻ പറ്റൂ. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 42.90 മീറ്റർ ക്യൂബാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു.
ഇനി അടുത്ത് പറയുന്നത് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനെ നമുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ആണ്. അതിൻ്റെയും ലോങ് വാൾ ഷോർട്ട് വാൾ എടുക്കുക. ലോങ് വാൾ ഷോർട്ട് വാൾ ഏതിൻ്റെ എടുത്താലും ക്വാണ്ടിറ്റി 2ഉം 3ഉം തന്നെയാണ് വരുന്നത്. ലോങ് വാൾ 2ഉം ഷോർട്ട് വാൾ 3ഉം തന്നെയാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഈ കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈൻ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് വരുന്നത്, ആ ഒറ്റ സ്റ്റെപ്പിൽ വരുന്നതും ഈ ഒരു ആൻസർ തന്നെയാണ് വരുന്നത്. അപ്പം മറ്റേത് കുറച്ചുകൂടി ഈസി എന്ന് പറയാൻ പറ്റത്തില്ല, രണ്ട് ഈസി തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി സമയം കുറച്ച് മതി സെൻട്രൽ ലൈൻ ചെയ്യാൻ. അപ്പോൾ ആൻസർ ചെക്ക് ചെയ്യുക, രണ്ടും ഒരേ ആൻസർ തന്നെയാണ് വരുന്നത്. ലൈൻ കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ നോക്കുക. ലോങ് വാൾ എടുക്കുമ്പോൾ 2 എണ്ണമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്ന അതേ ലെങ്തും ബ്രെഡ്ത്തുമാണ് എന്തിനും വരുന്നത്, നമ്മുടെ ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷനും വരുന്നത്. സോ ലെങ്ത് 11.70 മീറ്റർ, അതുപോലെ ബ്രെഡ്ത്ത് 1.10. ഇതിൻ്റെ വിഡ്ത്ത് അല്ല ഹൈറ്റ് നോക്കുക. ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. എന്തെഴുതി 0.30 മീറ്റർ. ഇതേ സെയിം തന്നെയല്ലേ ഷോർട്ട് വാള്, 3 നമ്പേഴ്സാണ്, അതുപോലെ സെയിം ആണ്. 5.20, 1.10, 0.3 ഇൻറ്റു ചെയ്യുമ്പോൾ 5.15, രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക 12.87. ഇത് തന്നെയാണ് സെൻട്രൽ ലൈൻ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അടുത്ത് പറയുന്ന ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കാണ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിൽ 4 ഫൂട്ടിംഗ് ഉണ്ട്, അതുപോലെ ഒരു പ്ലിന്തും ഉണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് ഓരോന്നും ലോങ് വാളിലും ഷോർട്ട് വാളിലും കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ഇതിൽ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് ഫൂട്ടിംഗ് എടുക്കുന്നു. അതിൻ്റെ ലോങ് വാൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ആ ഫൂട്ടിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും ലോങ് വാളും, രണ്ടാമത് എടുക്കുമ്പോൾ ഷോർട്ട് വാളിൻ്റെയും ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ലോങ് വാൾ എടുക്കുന്നു, ഫസ്റ്റ് ഫൂട്ടിംഗ് എടുക്കുന്നു, 2 നമ്പറാണുള്ളത്. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ അറിയാം എത്രയാണ് ഇതിൻ്റെ ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ വരുന്നത്. ഫസ്റ്റ് ഫൂട്ടിംഗ് ആണ്. ഫസ്റ്റ് ഫൂട്ടിങ്ങിൻ്റെ ബ്രെഡ്ത്ത് 0.80 വരും, ഇതിൻ്റെ ഹൈറ്റ് 20 വരും. നോക്കിക്ക് ഇത് തന്നെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, 0.80 മീറ്റർ ബ്രെഡ്ത്ത്, ഹൈറ്റ് 0.20. ഇത്രയായിരിക്കും വരുന്നത്. ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ബ്രെഡ്ത്തിന് ആഡ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 10.60 സെൻറ്റർ ടു സെൻറ്റർ ലോങ് വാളിൻ്റെ ലെങ്തും അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി 0.80. നമുക്ക് എന്ത് കിട്ടും, 11.40 എന്ന് കിട്ടും. സെയിം തന്നെയല്ലേ നമ്മൾ സെക്കൻഡ് ഫൂട്ടിങ്ങിനും ചെയ്യേണ്ടത്. സെക്കൻഡ് ഫൂട്ടിങ് നമ്പർ 2 ആണ് വരുന്നത്. അതുപോലെ 0.70 ബ്രെഡ്ത്ത്, 0.10 മീറ്റർ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ 10.60 പ്ലസ് അവിടുത്തെ ബ്രെഡ്ത്ത് ചെയ്താൽ മതി. അടുത്ത തേർഡ് ഫൂട്ടിങ് സെയിം തന്നെയാണ് നമ്പർ, അതുപോലെ തന്നെ അവിടുത്തെ ബ്രെഡ്ത്ത്, അവിടുത്തെ ഹൈറ്റ് 0.60യും 0.10. ആ ബ്രെഡ്ത്തിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, ലെങ്ത് കിട്ടും. അടുത്ത ഫോർത്ത് ഫൂട്ടിങ് വരുമ്പോൾ 0.50, 0.1 ആണ് വരുന്നത്. അപ്പം 10.60യുടെ കൂടെ അവിടുത്തെ ബ്രെഡ്ത്ത് ആഡ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ലെങ്ത് കിട്ടും. ഇനി അടുത്ത് പ്ലിന്ത് വാളാണ് വരുന്നത്. പ്ലിന്ത് വാൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് 2 നമ്പർ തന്നെയാണ് ലോങ് വാൾ വരുന്നത്. അതുപോലെ അതിൻ്റെ 0.40, 0.80 ചെയ്യുന്ന സമയത്ത് 10.60 പ്ലസ് 0.40 ചെയ്താൽ മതി, നമുക്ക് ഇവിടുത്തെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇത്രയും ചെയ്തതെന്ന് പറയുന്ന ലോങ് വാൾ വെച്ചിട്ടുള്ള മെത്തേഡാണ് ചെയ്തത്. ഇതേ സെയിം സംഭവം ഇനി എന്ത് ചെയ്യുക, ഷോർട്ട് വാളിൽ ചെയ്യാം. അപ്പോൾ ഷോർട്ട് വാളിൽ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്, നമ്മളെടുത്ത ലെങ്ത് മൈനസ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാ സാധനവും പ്ലസ് മാറി മൈനസ് വരും. അതുപോലെ ഈ ഏരിയയിൽ 10.60 എടുത്തെടുത്ത് നമ്മൾ ഷോർട്ട് വാളിന് കിട്ടിയ ലെങ്ത് ആയിരിക്കും അവിടെ വരുന്നത് 6.630. ഇത് മാത്രമാണ് അവിടെ വരുന്ന ചേഞ്ച്. നോക്കിക്കേ, ഫസ്റ്റ് ഫൂട്ടിങ് എടുത്തു, നമ്പർ 3 ആണ്. അതുപോലെ തന്നെ അവിടുത്തെ സെയിം ബ്രെഡ്ത്തും ഡെപ്തും ഒക്കെ സെയിം ആണ്. കണ്ടുപിടിച്ച് നോക്കിക്കേ, 6.30 മൈനസ് അവിടുത്തെ ബ്രെഡ്ത്ത്. ഇതുപോലെ തന്നെയാണ് 4 ഫൂട്ടിങ്ങിനും എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്ലിന്ത് വാൾ സെയിം തന്നെയാണ് വരുന്നത്. അടുത്ത് നമ്മൾ പറയുന്ന ഡാം പ്രൂഫ് കോഴ്സാണ്. ഡാം പ്രൂഫ് കോഴ്സ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 2.5 സെൻറ്റിമീറ്റർ തിക്കാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഡാം പ്രൂഫ് കോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡെപ്ത് കൺസിഡർ ചെയ്യാറില്ല. സോ ഇവിടെ ലോങ് വാളും ഷോർട്ട് വാളും ആയിട്ട് തന്നെ ചെയ്യുക. ലോങ് വാൾ 2 നമ്പേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പ്ലിന്തിന് സെയിം ആയിരിക്കും വരുന്നത്. അപ്പോൾ പ്ലിന്തിൻ്റെ ലോങ് വാളിന് കിട്ടിയ അതേ ലെങ്ത് തന്നെ ആയിരിക്കും ഡാം പ്രൂഫിന് ഇവിടെ കിട്ടുന്നത്. അതുപോലെ പ്ലിന്തിൻ്റെ ഷോർട്ട് വാളിന് കിട്ടിയ അതേ മെത്തേഡ് തന്നെയായിരിക്കും ഇവിടുത്തെ ഷോർട്ട് വാളിന് കിട്ടുന്നത്. അതുപോലെ ബ്രെഡ്ത്തും സെയിം ആണ്. ഇനി അത് ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്താൽ മാത്രം മതി. ഇത് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാൻ മറക്കരുത്, ആഡ് ചെയ്ത് എഴുതാം. ഇനി അപ്പോൾ നമ്മളിത് ഡാം പ്രൂഫായി. ഇനി എന്ത് ചെയ്യണം, ഈ കിട്ടിയ ഒറിജിനൽ ഡാം പ്രൂഫിൻ്റെ ഒരു വാല്യൂ കിട്ടി നമുക്ക്. അതിൽ നിന്ന് സില്ലിൻ്റെ പോർഷൻ, ഡോറുണ്ട്, ഡോറിൻ്റെ സിൽ പോർഷൻ മൈനസ് ചെയ്യണമല്ലോ. അപ്പോൾ ഡോറിൻ്റെ സിൽ പോർഷൻ മൈനസ് ചെയ്യാൻ എത്ര ഡോറുണ്ടെന്ന് നോക്കുക, 2 എണ്ണം ഉണ്ട്. അതിൻ്റെ വിഡ്ത്ത് നോക്കി, ഇതെല്ലാം ഡീറ്റെയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ അതിൽ നോക്കിയാൽ മതി. വിഡ്ത്ത് 1.20 മീറ്റർ തന്നിട്ടുണ്ട്.
അപ്പോൾ അവിടുത്തെ വിട്ടാണ് നമ്മളിവിടെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ പ്ലിന്തിൻ്റെത് 0.40 മീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പോൾ വിട്ടും ലെങ്തും ഒന്നും മാറിപ്പോവരുത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന ഈ ലെങ്തിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബ്രെഡ്ത്താണ് ഇവിടെ നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ക്രോസ് സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന ബ്രെഡ്ത്താണ് 0.40 മീറ്റർ. ഇതിൽ നമ്മൾ ഹൈറ്റ് എടുക്കുന്നില്ല. സോ എന്ത് കിട്ടും? നമുക്ക് 0.96 കിട്ടും. അതുപോലെ തന്നെ ഈ കിട്ടിയ 0.96ന് 15.88ൻ്റെ കൂടെ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ വേണം ഡാം പ്രൂഫ് കോഴ്സിൽ എഴുതേണ്ടത്. അടുത്ത് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ലൈം മോട്ടാർ സൂപ്പർ സ്ട്രക്ചറാണ്. അതിനും ലോങ് വാൾ ഷോർട്ട് വാൾ ആയിട്ട് തന്നെ എടുക്കാം. ലോങ് വാൾ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് സൂപ്പർ സ്ട്രക്ചറാണ് വരുന്നത്. വാളിൻ്റെ തിക്നെസ് 0.30 മീറ്റർ ആണെന്നറിയാം. അവിടുത്തെ ഹൈറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4.20 മീറ്റർ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെയുള്ള ലോങ് വാളിൻ്റെ ഡിസ്റ്റൻസ് 10.60 പ്ലസ് 0.3 കൊടുത്താൽ ലോങ് വാളും, അതുപോലെ ഷോർട്ട് വാൾ കണ്ടുപിടിക്കണമെങ്കിൽ 6.30 നിന്ന് മൈനസ് 0.3 ചെയ്താൽ മതി. അങ്ങനെയാണ് ഈ രണ്ട് ലെങ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതും ആഡ് ചെയ്യുക, നെറ്റ് വാല്യൂ എഴുതാം. ഇനി ഈ നെറ്റ് വാല്യൂവിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡിഡക്റ്റ് ചെയ്യണം. എന്തൊക്കെ? ഡോർ ഉണ്ടെങ്കിൽ ഡോറ്, വിൻഡോ ഉണ്ടെങ്കിൽ വിൻഡോ, ഷെൽഫ്സ് ആയാലും എന്ത് ലിൻഡൽ ഉണ്ടെങ്കിൽ ലിൻഡൽ, ഇതെല്ലാം തന്നെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. സോ ഡോർ എടുക്കുക, 2 നമ്പർ ഡോറാണ്, അതിൻ്റെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, അത് നമ്മളിവിടെ ലെങ്ത് ആക്കി എഴുതി. വാൾ തിക്നെസ് ആണ് ഇവിടുത്തെ ബ്രെഡ്ത്ത്, ഹൈറ്റ് 2.10, ഇത് ഇൻറ്റു ചെയ്ത് എഴുതിയാൽ മതി. അടുത്ത വിൻഡോ നോക്കുക, 4 വിൻഡോ ആണുള്ളത്, അതിൻ്റെ സൈസ് 1 × 1.50 ആണ്, അത് എഴുതി. വാൾ തിക്നെസ് 0.3, അതും നമുക്ക് കിട്ടി. അടുത്ത ഷെൽഫ്സ് നോക്കുക. ഷെൽഫ്സ് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ വാളിൻ്റെ തിക്നെസ്സിലല്ല ഷെൽഫ് തന്നിരിക്കുന്നത്. നമ്മളൊരു 10 സെൻറ്റിമീറ്റർ മാറിയാണ് ഷെൽഫ്സ് കൊടുക്കുന്നത്. സോ അവിടെ എഴുതുമ്പോൾ എങ്ങനെ വരും? ക്വാണ്ടിറ്റി 2 എണ്ണമാണ്. അവിടുത്തേത് വിഡ്ത്ത് 1 മീറ്റർ ആണ്. അതുപോലെ മറ്റതും തന്നിട്ടുണ്ട്, ഹൈറ്റ് 1.50. ഇത് വരുന്ന സമയത്ത് ഒരു 10 കുറച്ച് എഴുതുക, 0.20 മീറ്റർ. അവിടെ ഇൻറ്റു ചെയ്ത് എഴുതുമ്പോൾ ഷെൽഫ്സിൻ്റെ ക്വാണ്ടിറ്റിയും കിട്ടി. ഇനി ഇത് 3നും നമ്മൾ ലിൻഡൽ കൊടുക്കുമല്ലോ, ആ ലിൻഡൽ എങ്ങനെയാണെന്ന് നോക്കാം. 2 നമ്പേഴ്സാണ് ഡോറ് വരുന്നത്. അതുപോലെ അതിൻ്റെ ലിൻഡലിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. ലിൻഡൽ ഓവർ ഡോർസ്, വിൻഡോസ് ആൻഡ് ഷെൽഫ്സ് ആർ 50 സെൻറ്റിമീറ്റർ തിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ബിയറിങ് 15 എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. സോ ഞാൻ 3ലും എടുക്കുമ്പോൾ ലിൻഡലിൻ്റെ ബിയറിങ് 15 എടുത്തു. 15 എന്ന് പറഞ്ഞാൽ അവിടെ തന്നിരിക്കുന്ന ഹൈറ്റ് 0.15 മീറ്റർ ആണെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ വിഡ്ത്ത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ആ സെയിം വാളിൻ്റെ വിഡ്ത്ത് അങ്ങ് കൊടുത്താൽ മതി. ഇനി വ്യത്യാസം ലെങ്ത് കണ്ടുപിടിക്കുന്നതിലാണ്. എങ്ങനെ ലെങ്ത് കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ നമുക്കറിയാം ഡോറിൻ്റെ വിഡ്ത്ത് 1.20 മീറ്റർ പ്ലസ് 15 സെൻറ്റിമീറ്റർ അല്ലേ ബിയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും കുറച്ചൊന്ന് അകത്തോട്ട് കയറിയിരിക്കുമല്ലോ, 0.15 അങ്ങനെയാണ് എനിക്ക് 1.5 കിട്ടുന്നത്. ഇനി വിൻഡോസിൻ്റെ കാര്യം നോക്കിയാൽ 1 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. 2 സൈഡിലും 0.15 കൊടുക്കുമ്പോൾ 1.3 എന്ന് കിട്ടും. സെയിം തന്നെയാണ് ഷെൽഫ്സിലും വരുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ എന്ത് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ 50.15 എന്നുള്ള വാല്യൂവിൽ നിന്ന് നമ്മൾ കുറയ്ക്കുമ്പോൾ ലാസ്റ്റ് ഫൈനൽ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, 45.75. ഇതാണ് ലോങ് വാൾ ഷോർട്ട് വാളിൽ ചെയ്യുന്ന മെത്തേഡ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ സെൻട്രൽ ലൈനും ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡും വലിയ വ്യത്യാസമില്ല. പിന്നെ കുറച്ചുകൂടെ ടൈം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ലൈനാണ്. ഇവിടെ ലോങ് വാളും ഷോർട്ട് വാളും സെപ്പറേറ്റ് എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ അവിടെ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിയും. ഓക്കെ, ഈസിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. എക്സാമിന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എക്സാമിന് വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ, എന്ന് വെച്ചാൽ ഇന്ന മെത്തേഡിൽ ചെയ്യണം എന്ന് പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് സെൻട്രൽ ലൈൻ ചെയ്യാം.